പുതിയ നേതൃത്വത്തിന്റെ പുത്തനുണർവിൽ അഭിനേതാക്കളുടെ സംഘടന അമ്മ. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരുമെന്ന് അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേതാ മേനോൻ 24-നോട് പറഞ്ഞു. തനിക്കെതിരായ കേസിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. പ്രതിസന്ധി സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് 24-ന് ശ്വേതാ മേനോൻ നന്ദി അറിയിച്ചു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു ശ്വേതാ മേനോൻ മനസ്സ് തുറന്നു. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേ കരിയർ, ഒരേ ഫീൽഡിലാണ്, കലീഗ്സാണ്, ഫ്രണ്ട്സാണ്. ആൻഡ് അവരെല്ലാവരും എന്നെ പേഴ്സണലി സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അതെന്നെ അറിയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻകറേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് എന്തായാലും ഇന്നും പറയാണ്, ദേ ആർ മോസ്റ്റ് വെൽക്കം. ഇൻ കേസ് അവർക്ക് ഞാൻ അവിടെ പേഴ്സണലി അവരെ പോയിട്ട് വിളിക്കണമെങ്കിൽ ഐ വിൽ പേഴ്സണലി ഗോ. അത് ഉറപ്പാണ്. എനിക്ക് അങ്ങനെ ഒരു ഐ ഡോണ്ട് ഫീൽ അഷെയിംഡ്. പക്ഷെ ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കരുതുന്നില്ല. ഇത് ഞാൻ ശക്തമായിട്ട് ലീഗൽ വേ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇത് കോർട്ടിലാണ്. ആൻഡ് ഇത് ആരാണെങ്കിലും ഞാൻ പറയുന്നത് നമ്മളുടേതായ ഫൈറ്റ് എടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. യുനോ ഇത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ചാലഞ്ച് ചെയ്യാണ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു സ്പെയർ ദിസ് കേസ് ഫോർ ഷുവർ. ആദ്യമായിട്ട് ഞാൻ 24-നെയും നന്ദി പറയാണ്, എല്ലാ ന്യൂസ് ചാനൽസിനെയും നന്ദി പറയാണ്. നന്നായിട്ട് മീഡിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. YS അഭിനന്ദ വാർത്തകൾ നിർമ്മിച്ചിരുന്നു. അഭിനന്ദ, നമ്മൾ ആ ദിവസം ഈ ശ്വേതയ്ക്കെതിരെ പരാതി വന്ന് കേസെടുത്ത ദിവസം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നു. ആ ചർച്ച വലിയ തോതിൽ വൈറലായ ഒരു ചർച്ച കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോന് അനുകൂലമായ ചർച്ച ഭവിച്ചു എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ഭവിക്കുകയും വേണം. കാര്യം ആ പരാതിയൊന്നും അസംബന്ധ പരാതിയാണ് എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. ശ്വേതാ മേനോൻ ഇപ്പോൾ പറഞ്ഞ അതിജീവിതത്തെ ചേർത്ത് നിർത്തുമെന്ന് പറയുകയാണ്. വളരെ വേഗം നടക്കൽ, ഒരുപാട് സംസാരിക്കാനുണ്ട്, അവളില്ലാത്ത സിനിമ അങ്ങനെ വേണ്ട എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു നിലപാടുള്ള നേതൃത്വമാണ് എന്ന് ശ്വേത ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അഭിനന്ദ്, ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വനിത എത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ വിരാമമായിരിക്കുന്നു. അങ്ങനെ വനിത എത്തിയ, അല്ലെങ്കിൽ പൂർണ്ണമായും അമ്മയുടെ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ ഭരിക്കുന്നതിൽ പൂർണ്ണമായ ഒരു മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് താരസംഘടന അമ്മ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കും, സാവധാനം മാത്രമേ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ. എല്ലാവരുമായിട്ടുമുള്ള ഒരു ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നും ശ്വേതാ മേനോൻ 24-നോട് വ്യക്തമാക്കി. ഒപ്പം തന്നെ അതിജീവിതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതിജീവിത ഈ സംഭവം ഉണ്ടായതിനു ശേഷം താരസംഘടനയുമായി സഹകരിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അഭിനയ രംഗത്ത് നിന്ന് പോലും വിട്ടുപോകേണ്ട ഒരു മാനസികാവസ്ഥ അവൾക്കുണ്ടായി. അപ്പം തീർച്ചയായും സംസാരിക്കണം, എല്ലാവരുമായി ചർച്ച ചെയ്തതിനു ശേഷം പോയി കാണുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അവളെ തിരിച്ചിവിടേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ശ്വേതാ മേനോനെതിരായിട്ടുള്ള ആരോപണ പ്രത്യാരോപണം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഘട്ടത്തിലാണ് ശ്വേതാ മേനോനെതിരെ ഒരു പരാതി വരികയും ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയ സമയത്തും ശ്വേതാ മേനോൻ ഒരു ഘട്ടത്തിലും പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല. കാരണം സംഘടനയിലെ പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ മുന്നോട്ട് പോയി. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മാത്രമായിരുന്നു ശ്വേതാ മേനോൻ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ 24-ലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അത് അങ്ങനെയൊന്നും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങേയറ്റം തനിക്ക് മാനസികമായ പ്രശ്നമുണ്ടാക്കിയ ഒരു കേസാണെന്നും, കാരണം വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച ഒരു ചിത്രം, അത് അങ്ങേയറ്റം പ്രേക്ഷക പ്രീതി നേടിയ ഒരു ചിത്രത്തിലാണ്. പിന്നീട് ഇലക്ഷൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഇത്തരത്തിലേക്കൊരു കേസ് ഉണ്ടായത്. അപ്പോൾ അതങ്ങനെയൊന്നും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ 24-നോട് വലിയ നന്ദിയും ഇതുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കേസ് ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അതൊരു ഗൂഢാലോചനയാണെന്ന് പൊളിച്ചടുക്കുവാൻ വേണ്ടിയിട്ട് 24-ന് കഴിഞ്ഞു. അത് തന്നെയാണ് തനിക്ക് ഇത്ര വലിയൊരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായതെന്നും ശ്വേതാ മേനോൻ പറയുന്നു. എന്തായാലും എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും താൻ കാഴ്ചവെക്കുവാൻ പോകുന്നത്. ഒറ്റയ്ക്ക് തനിക്കൊന്നും കഴിയില്ല, എല്ലാവരുമായും സംസാരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായി പോലും സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിഷയത്തിന് നിലപാട് അറിയിക്കണമെങ്കിൽ പോലും എല്ലാവരുമായുള്ള കൂട്ടായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നടത്തുക എന്നും ശ്വേതാ മേനോൻ പറയുന്നു. എന്തായാലും പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് കടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സംഘടന എക്സിക്യൂട്ടീവ് യോഗം ഉടൻ തന്നെ കൊച്ചിയിൽ ചേരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ AMMA എന്നായിരുന്നു ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം AMMA എന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകരുത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമ്മയായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ വന്നതോടുകൂടി അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഉണർവുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അമ്മയായി തന്നെ കാണണമെന്നും ശ്വേതാ മേനോൻ പറയുന്നു. എന്തായാലും
കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പം ഇന്ന് കുക്കു പരമേശ്വരനുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ കുക്കു പരമേശ്വരന് പ്രതികരണം ലഭ്യമാകാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. കാരണം ഇതേ നിലപാട് വലിയ കഴിവുള്ള അഭിനയത്തിലാണ് ശ്വേത മേനോൻ. മാത്രമല്ല നല്ല സംഘടനാ പാഠവുമുണ്ട്. വലിയ പോരാട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്രത്തോളം പോരാട്ടം ഉണ്ടാവേണ്ടതുണ്ടോ ആ സംഘടനയിൽ നിന്ന് അറിയില്ല. പക്ഷേ അത്രത്തോളം വലിയ പോരാട്ടത്തിൽ വിജയിച്ചു വന്നതാണ്. എന്തായാലും ആ വിജയത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. സംഘടനയെ നേരായ വഴിക്ക് നയിക്കാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ കഴിയട്ടെ ശ്വേതയ്ക്കെന്ന ആശംസയും അറിയിക്കുകയാണ്.